നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ഞാൻ നല്ലൊരു സായാഹ്നം ആശംസിക്കുകയാണ്. എല്ലാവർക്കും മനസ്സമാധാനം ഉണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ. നമുക്ക് ഇന്ന് ഒരുപാട് വാർത്തകളുണ്ട്, വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പലതും നോക്കാനുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ് ബീഹാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയം എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ വിധിയെഴുത്താണ് പലപ്പോഴും ബീഹാറിൽ നടന്നിട്ടുള്ളത്. ആ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പിനെ എല്ലാവരും നോക്കിക്കാണുന്നത്. അപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഇന്ത്യ മുന്നണിയിൽ ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു. ആ പ്രശ്നങ്ങളുടെ നാണക്കേട് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ തിരിച്ചടി മറികടന്നുകൊണ്ട് ഇന്ന് അവർ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ്. നിർണായക പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നു. തേജസ്വി യാദവിനെ ഇന്ത്യ മുന്നണിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവർ ഉയർത്തിക്കാട്ടുകയാണ്. അങ്ങനെ ഒരു പ്രഖ്യാപനം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പട്നയിൽ നടന്നിരിക്കുന്നു എന്നതാണ് ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടാണ് എന്ന ഒരു തോന്നൽ ജനിപ്പിച്ചുകൊണ്ട് ആ ഒരു പ്രഖ്യാപനത്തിന് ഇന്ത്യ മുന്നണിക്ക് ബീഹാറിൽ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ആ പ്രഖ്യാപനം നടത്തിയത് കോൺഗ്രസ് തന്നെയാണ് എന്നത് വളരെ പ്രത്യേകത. അത് മുന്നണിയുടെ അരക്കിട്ടുറപ്പിക്കാൻ അങ്ങനെ ഒരു സന്ദേശം നൽകാൻ എന്ന വിധത്തിലാണ് ഇന്ന് അങ്ങനെ ഒരു പ്രഖ്യാപനം അവിടെ നടന്നിരിക്കുന്നത്. കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യ സഖ്യത്തിന്റെ സംയുക്ത പത്രസമ്മേളനത്തിലായിരുന്നു തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. സീറ്റ് വിഭജനത്തെ ചൊല്ലി വലിയ തർക്കങ്ങളാണ് ഈ മുന്നണിക്കുള്ളിൽ ഉടലെടുത്തിരുന്നത്. അത് പരിഹരിക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഏതാണ്ട് 11 മണ്ഡലങ്ങളിൽ സൗഹൃദ മത്സരം എന്ന നിലയിൽ ഉള്ള മത്സരങ്ങൾ ഈ മുന്നണിക്കുള്ളിൽ, ഇന്ത്യ മുന്നണിക്കുള്ളിൽ തന്നെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പോലും ആ പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കാത്തപ്പോൾ പോലും പുറമേക്ക് ഒരു ഐക്യത്തിന്റെ സന്ദേശം നൽകാനാണ് ഇന്നത്തെ ഈ ചടങ്ങ്, ഈ സംയുക്ത വാർത്താ സമ്മേളനം കൊണ്ട് കഴിഞ്ഞിരിക്കുന്നത്. തേജസ്വി യാദവിനെ പോലെ ഊർജ്ജസ്വലനായ ഒരു യുവ നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നു. അത് മുന്നണിയുടെ കെട്ടുറപ്പാണ് എന്ന് വരുന്നു. ഇന്ന് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള പ്രശ്ന പരിഹാരത്തിനായാണ് ഈ അശോക് ഗെഹ്ലോട്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവിടേക്ക് എത്തുകയും അവർ ചർച്ചകൾ നടത്തുകയും ചെയ്തത്. തേജസ്വി യാദവുമായും ലല്ലു പ്രസാദ് യാദവുമായും ഒക്കെ ചർച്ചകൾ നടന്നു. അതിനൊടുവിലാണ് ഈ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇന്ത്യ മുന്നണി NDAയോട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇതാണ്, തേജസ്വി യാദവാണ്, എവിടെ നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യമാണ് പ്രധാനമായും ഇന്ത്യ മുന്നണി ഉയർത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രഖ്യാപനത്തിനുള്ള സമയമാണ് എന്നത് ഒരു വെല്ലുവിളിയായി തന്നെ അശോക് ഗെഹ്ലോട്ട് ഈ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ തേജസ്വി യാദവും ഈ NDAയ്ക്കെതിരെ കടന്നാക്രമണം നടത്തിക്കൊണ്ടാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത്. എല്ലാ തവണയും നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയല്ലേ നിങ്ങൾ മത്സരിക്കാറുള്ളത്, എന്നിട്ട് എന്തുകൊണ്ട് ഇത്തവണ അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല എന്നൊരു ചോദ്യമാണ് തേജസ്വി യാദവും ചോദിച്ചത്. അപ്പോൾ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് തങ്ങൾ ഒറ്റക്കെട്ടാണെന്നും തങ്ങൾക്കൊരു നേതാവുണ്ടെന്നും അത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവാണ് എന്നും ഉള്ള ഒരു വലിയ സന്ദേശം കൊടുക്കുമ്പോൾ NDAയെ സംബന്ധിച്ച് അത്തരമൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നില്ല എന്നത് അവരെ പ്രതിരോധത്തിലാക്കും എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്നില്ല, അത് അദ്ദേഹത്തെ തഴയാൻ വേണ്ടിയാണ് എന്നൊരു സന്ദേശം ഇതിലൂടെ നൽകാനും കഴിയുന്നു. എന്തായാലും അശോക് ഗെഹ്ലോട്ടിന്റെയും തേജസ്വിയുടെയും പ്രതികരണങ്ങൾ നമുക്ക് കാണാം. इस चुनाव में अगले मुख्यमंत्री चेहरे के रूप में तेजस्वी यादव जी को हम लोग सपोर्ट करते हैं, जो एक नौजवान है, लंबा फ्यूचर इनके साथ में, और मेरा अनुभव से मैं कह सकता हूँ जिसका लंबा फ्यूचर होता है पब्लिक उनको साथ देती है. हम महागठबंधन के लोग केवल सरकार बनाने के लिए ही नहीं, मुख्यमंत्री बनने के लिए नहीं, बल्कि हम लोगों को बिहार बनाने का काम करना है. इसलिए हम लोग एकजुट हुए हैं कि सभी महागठबंधन के साथियों ने मुझ पर पुनः भरोसा जताया है. इसके लिए सभी हमारे महागठबंधन के नेता हों, कार्यकर्ता हों, उन सब लोगों को दिल से हम धन्यवाद देते हैं. അപ്പോൾ സീറ്റ് വിഭജനത്തിലെ പ്രശ്നങ്ങൾ അത് ഒതുക്കിക്കൊണ്ട്
അത് പുറമേക്ക് സഖ്യത്തിൽ വലിയ ഐക്യമുണ്ട് എന്നൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് നേതാക്കൾ സംസാരിച്ചിരിക്കുന്നത്. തേജസ്വി ചോദിക്കുന്നു, നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്താണ് പ്രഖ്യാപിക്കാത്തത്? മുൻ വർഷങ്ങളിൽ ഉള്ളതുപോലെ ഇത്തവണ പ്രഖ്യാപനമില്ലാത്തത്? അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ ഇത് നിതീഷ് കുമാറിന്റെ അവസാന തെരഞ്ഞെടുപ്പാണെന്ന് അമിത്ഷാ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സാഹചര്യത്തിലാണോ എന്നൊരു ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സന്ദേശം നൽകാൻ എന്തായാലും ഈ ഘട്ടത്തിലെങ്കിലും ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നത് അവരെ സംബന്ധിച്ച് ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ ആ പ്രശ്നങ്ങളൊന്ന് ഒതുക്കി തീർന്നു എന്ന് പറയുന്നിടത്ത് പുതിയ വിവാദങ്ങൾ കൂടി ഉടലെടുക്കുകയാണ്. കാരണം ഈ സംയുക്ത വാർത്താ സമ്മേളനം നടത്തിയ ഇടത്തെ പോസ്റ്ററുകളിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ പടം നീക്കം ചെയ്തത്, അത് തേജസ്വി യാദവിന്റെ പോസ്റ്ററുകളിൽ തേജസ്വി യാദവ് മാത്രമായത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിനെതിരെ പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ പോസ്റ്ററിൽ നിന്ന് ഒഴിവാക്കിയത് BJP വലിയ രീതിയിൽ പ്രചരണായുധമാക്കുന്നുണ്ട്. അത് രാഹുലിന്റെ ഫോട്ടോ പോസ്റ്ററിൽ വന്നാൽ വോട്ട് കിട്ടില്ല എന്ന ബോധ്യത്തിൽ നിന്നാണ് അത്തരമൊരു തീരുമാനമുണ്ടായത് എന്ന തരത്തിലൊക്കെയുള്ള പരിഹാസമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും രാഹുൽ, നമുക്കറിയാം ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടൊക്കെ ബീഹാറിൽ തേജസ്വിയും രാഹുലും ഒരുമിച്ചാണ് യാത്രകൾ സംഘടിപ്പിച്ചിരുന്നത്. ആ രീതിയിൽ വലിയ ശ്രദ്ധ രാഹുൽ ഗാന്ധി അവിടെ പുലർത്തുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇനി വരും ദിവസങ്ങളിലും രാഹുലും പ്രിയങ്കയും ഒക്കെ പ്രചാരണത്തിനെത്തും എന്ന് കരുതിയിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു പോസ്റ്റർ വിവാദം ഉടലെടുത്തിരിക്കുന്നത്. അത് പോസ്റ്ററിൽ നിന്ന് രാഹുൽ ഗാന്ധിയുടെ പടം ഒഴിവാക്കി എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇത് BJP വലിയ രീതിയിൽ അവിടെ ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം ഇതാണെങ്കിൽ നാളെ മുതൽ സാഹചര്യം മറ്റൊന്നായി മാറാൻ പോവുകയാണ്. ഇവിടുത്തെ മുഖ്യ താരപ്രചാരകൻ, NDAയുടെ മുഖ്യ താരപ്രചാരകനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ബീഹാറിലേക്ക് എത്തുകയാണ്. അദ്ദേഹം, നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പല വിധത്തിലുള്ള പ്രഖ്യാപനങ്ങളും പരിപാടികളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അതിനെയൊക്കെ അഭിസംബോധന ചെയ്ത് ബീഹാറിൽ തന്നെ പ്രധാനമന്ത്രി എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി പ്രധാനമന്ത്രി നാളെ ബീഹാറിലേക്ക് എത്തുകയാണ്. അദ്ദേഹം 10 റാലികളിൽ പങ്കെടുക്കും എന്നതാണ് കരുതപ്പെടുന്നത്. അമിത്ഷാ ഇപ്പോൾ തന്നെ ബീഹാറിലുണ്ട്. അമിത്ഷാ 25 റാലികളിലാണ് പങ്കെടുക്കുന്നത്. BJPക്ക് മൊത്തം 40 താരപ്രചാരകർ ഉണ്ട് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്തിരിക്കുന്ന ലിസ്റ്റ്. JP നദ്ദ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വലിയ രീതിയിൽ പ്രചാരണ പരിപാടികളിലും റാലികളിലും ഒക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോദി കൂടി എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഏറ്റവും ഉച്ചസ്ഥായിലായി മാറും. ബഹുസരായി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലാണ് നാളെ പ്രധാനമന്ത്രിയുടെ റാലി നടക്കാൻ പോകുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി എന്ത് പറയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പല പ്രഖ്യാപനങ്ങളും പല നീക്കങ്ങളും NDA നടത്തിയിരുന്നത് നമുക്കറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രധാനമന്ത്രി അവിടെ എന്ത് പറയുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ രാജ്യമാകെ തന്നെ കാതോർക്കുകയാണ്. അപ്പോൾ NDAയുടെ പ്രചാരണം നാളെ ഉച്ചസ്ഥായിയിലാവും. പ്രധാനമന്ത്രി എത്തുന്നു. ഇന്ന് അവിടെ JP നദ്ദ ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. വികസനവും ഒപ്പം തന്നെ വികസനത്തിന് എതിരായ പ്രവർത്തനങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് അവിടെ നടക്കുന്നത് എന്നതാണ് ഇപ്പോൾ JP നദ്ദ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഒരു റാലിയിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞത്. വികാസ് വേഴ്സസ് വിനാശ് പോരാട്ടമാണ് ബീഹാറിൽ നടക്കുന്നത് എന്നതാണ് JP നദ്ദയുടെ പ്രയോഗം. അങ്ങനെ ഒരു മത്സരമാണ് ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേതെന്ന് അദ്ദേഹം പറയുന്നു. ഔറംഗാബാദ് ജില്ലയിൽ റാലിയിൽ അഭിസംബോധന ചെയ്യുമ്പോഴാണ് നദ്ദ ഈ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഇത്തരം ഒരു പരാമർശമൊക്കെ നടത്തുന്നത്. കോൺഗ്രസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ജൂനിയർ സഖ്യ പങ്കാളികളെ ഇല്ലാതാക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്ന ഒരു ആരോപണം കൂടി JP നദ്ദ ഉന്നയിച്ചു. ലാലു പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള RJD പാർട്ടി കൊള്ളയടിക്കലും ഭീഷണിപ്പെടുത്തലും അരാജകത്വവും ഒക്കെയാണ് അവരുടെ പാർട്ടി തന്നെ പ്രതിനിധാനം ചെയ്യുന്നത്. ഇതിനെയൊക്കെയാണ് എന്ന വിമർശനമൊക്കെ JP നദ്ദയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. आपको बता देना चाहता हूं, RJD, R का मतलब रंगदारी, J का मतलब जंगल राज और द का मतलब दादागिरी. ये RJD है. इससे बचकर रहना. ये हाथी के दांत दिखाने के और खाने के और है. ये जो लोग नौकरी के लिए जमीन, वो आपको नौकरी देंगे. जो लोग मां बहनों की इज्जत नहीं कर सकते हो, वो सुरक्षा देंगे. इसलिए मित्रों, मैं आपसे एक ही निवेदन करने आया हूं कि यह चुनाव आप पूरी हिम्मत के साथ रणविजय जी को चुनाव
അപ്പോൾ തീപാർന്ന പോരാട്ടത്തിലേക്ക് ബീഹാർ നീങ്ങാൻ പോവുകയാണ് നാളെ പ്രധാനമന്ത്രി കൂടി എത്തുമ്പോൾ. ഇവിടെ 2 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ്. 6-നും 11-നുമായി തെരഞ്ഞെടുപ്പ് നടക്കും. 14-ന് ഫലം പ്രഖ്യാപിക്കും. വലിയ പ്രഖ്യാപനങ്ങളുടെ ഒരു ഏറ്റുമുട്ടൽ കൂടിയാണ് ബീഹാറിൽ നടക്കുന്നത്. അത് വലിയ വലിയ പദ്ധതികളുടെ പ്രഖ്യാപനങ്ങളാണ്. സാധാരണക്കാരായ മനുഷ്യരിലേക്ക്, അവരുടെ കൈകളിലേക്ക് പണം നേരിട്ടെത്തിക്കുന്ന പദ്ധതികൾ പല സംസ്ഥാനങ്ങളിലും വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു എന്നത് നമ്മൾ പല തെരഞ്ഞെടുപ്പുകളിലും കണ്ടതാണ്. രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ അത്തരം പരീക്ഷണങ്ങൾ വിജയിപ്പിച്ചെടുത്തിട്ടുണ്ട് ഭരണത്തിലേറിയ പാർട്ടികൾ എന്ന് നമ്മൾ കണ്ടതാണ്. ഇവിടെ ബീഹാറിലും അത്തരം പ്രഖ്യാപനങ്ങൾ ഒന്ന് പരീക്ഷിക്കുകയാണ്. 2 മുന്നണികളും അത്തരം വലിയ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. സാധാരണക്കാരായ സ്ത്രീകളിലേക്ക് പ്രതിമാസം 10,000 രൂപ എത്തുന്ന പദ്ധതിയാണ് നിതീഷ് കുമാർ പ്രഖ്യാപിച്ചിരിക്കുന്നതെങ്കിൽ സർക്കാർ സേവകരായ സ്ത്രീകൾക്ക് പ്രതിമാസം 30,000 രൂപ കിട്ടുന്ന പദ്ധതി തേജസ്വി യാദവ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എന്ന തരത്തിലൊക്കെയുള്ള പ്രഖ്യാപനങ്ങളുണ്ട്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് അവർ എന്തുൾക്കൊള്ളുന്നു എന്നതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണണം. വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. ഒരുപക്ഷെ ഈ 2 പതിറ്റാണ്ടായി അധികാരത്തിൽ തുടരുന്ന നിതീഷ് കുമാർ ഇനി ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകുമോ എന്നത് സംശയകരമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു അവസാന തെരഞ്ഞെടുപ്പായിരിക്കാം ഇത് എന്ന് പറയുന്നു. അപ്പോൾ നിതീഷ് കുമാറിനെ തേജസ്വി യാദവ് നേരിടുമ്പോൾ ആ തരത്തിൽ കൂടി വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നു. ഒരു തലമുറ മാറ്റത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും നാളെ പ്രധാനമന്ത്രി കൂടി എത്തുമ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് പൂരം അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് എത്തും. രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിൽ പല ഘടകങ്ങൾ മാറ്റുരയ്ക്കുമ്പോൾ അത്രമാത്രം പ്രാധാന്യത്തോടു കൂടി നമുക്കും ആ തെരഞ്ഞെടുപ്പ് ഫലത്തിനായി കാത്തിരിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ച ഉടൻ ഉണ്ടാകും എന്ന പ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നത്. ആസിയാൻ ഉച്ചകോടിയുടെ ഭാഗമായി ആ ഒരു കൂടിക്കാഴ്ച നടക്കും എന്ന പ്രതീക്ഷകളാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ നേരം വൈകുന്നേരത്തിൽ തന്നെ കണ്ടതാണ്, അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഈ ഇന്ത്യക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫുകളിൽ ഇളവ് വരുത്താൻ അമേരിക്ക തയ്യാറെടുക്കുന്നു, അങ്ങനെ ഇന്ത്യക്ക് മുന്നിൽ അമേരിക്ക മുട്ടുമടക്കാൻ പോകുന്നു എന്ന തരത്തിൽ ഉള്ള വാർത്തകൾ കണ്ടതാണ്. വ്യാപാര കരാറിന്റെ കാര്യത്തിലും അമേരിക്ക അയയുന്നു, ഇന്ത്യയും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നതൊക്കെ നമ്മൾ പരിശോധിച്ചതാണ്. അത്തരം മാധ്യമ വാർത്തകൾ വന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ അത്തരം ഒരു കൂടിക്കാഴ്ച ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പോൾ എന്നതാണ് മനസ്സിലാകുന്നത്. ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കില്ല, വിർച്വലായി ആയിരിക്കും ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുക എന്ന വിവരം വരുന്നു. ക്വാലാലംപൂരിൽ നടക്കുന്ന 47ാമത് ആസിയാൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി വിർച്വലായി പങ്കെടുക്കും എന്ന വിവരമാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയാൻ കഴിയുന്നത്. ഒക്ടോബർ 26 മുതൽ 28 വരെയാണ് ക്വാലാലംപൂരിൽ ഈ ആസിയാൻ ഉച്ചകോടി നടക്കുന്നത്. മോദി ട്രംപ് കൂടിക്കാഴ്ച ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് അത് ഉണ്ടാകുന്നില്ല എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതിന് കാരണമായി പറയുന്നത് പ്രധാനമന്ത്രി ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി നാളെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ബീഹാറിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ അദ്ദേഹത്തിന് അവിടെ നിരവധി പരിപാടികളുണ്ട്. അത്തരം ഒരു നിർണായക തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു വിദേശയാത്രയിലേക്ക് പോവുക എന്നത് സാധ്യമല്ല. അതിനാൽ ഈ യാത്ര വേണ്ടെന്ന് വെക്കുന്നു എന്നതാണ് വരുന്ന വിശദീകരണങ്ങളിൽ ഒന്ന്. മറ്റൊന്ന്, ഛഠ് പൂജയുമായി ബന്ധപ്പെട്ടും ചില തിരക്കുകൾ പ്രധാനമന്ത്രിക്ക് അതിനാൽ പ്രധാനമന്ത്രി പോകുന്നില്ല എന്നതാണ്. എന്നാൽ വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയാണ്. കോൺഗ്രസ് ഉൾപ്പെടെ രംഗത്ത് വരുന്നു. അത് മോദിയെ, ട്രംപിനെ ഭയന്നുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ച ഒഴിവാക്കുന്നത് എന്നതാണ് പ്രധാനമായും കോൺഗ്രസ് ഉൾപ്പെടെ ഉയർത്തുന്ന വിമർശനം. ഈ വർഷം ഇപ്പോൾ ഈ ഒക്ടോബറിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് ഒഴിവാകുകയാണെങ്കിൽ ഇനി ഈ വർഷം മോദിയും ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച നടത്താനുള്ള സാഹചര്യം ഉണ്ടാകില്ല എന്നുകൂടി വരുന്നു. അപ്പോൾ അത് ഒരു ആശങ്കയായി നിലനിൽക്കുന്നു. നേരത്തെ ഇതിൽ UN പൊതുസഭയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും എന്ന് കരുതിയിരുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ട്രംപും പ്രധാനമന്ത്രിയും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അവിടെ പ്രധാനമന്ത്രി പോയില്ല. പകരം വിദേശകാര്യമന്ത്രി S ജയശങ്കറാണ് UN സഭയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അതിനുശേഷം ഗസ പലസ്തീൻ ഉച്ചകോടിയിൽ സമാധാന കരാർ ഒപ്പിടുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ട്രംപ് ഈജിപ്തിലേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി ആ ക്ഷണം നിരസിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പോയില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം കൂടി പ്രധാനമന്ത്രി ഒഴിവാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ട്രംപ്
പറയുന്ന കാര്യങ്ങൾ അതിന് മറുപടി നൽകുന്നില്ല എന്നൊരു ആരോപണം ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. ട്രംപ് പല അവകാശവാദങ്ങളും പറയുന്നു, പക്ഷേ അതിന് കൃത്യമായ മറുപടി നൽകുന്നില്ല എന്ന്. അതിനോടൊപ്പം തന്നെ ഈ കൂടിക്കാഴ്ചകൾ ഒഴിവാക്കുന്നത് ട്രംപിനെ ഭയക്കുന്നത് കൊണ്ടാണ് എന്നൊരു ആരോപണമാണ് ഇപ്പോൾ കോൺഗ്രസ് കൂടുതൽ ശക്തമായി ഉന്നയിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നടന്ന സമയത്ത് ഓപ്പറേഷൻ സിന്ദൂർ അത് രണ്ടാണവ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. അതിൻ്റെ പ്രത്യാഘാതം എന്ത് എന്ന് ഞാൻ ഇന്ത്യയും പാകിസ്ഥാനെയും ധരിപ്പിച്ചു. അങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് എന്നതാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അദ്ദേഹം ഏതാണ്ട് 50 തവണ ഈ അവകാശവാദം പലയിടങ്ങളിൽ കൃത്യമായ മറുപടി ഇന്ത്യ നൽകിയിട്ടില്ല എന്നത് ഒരു വസ്തുത. കൃത്യമായ മറുപടി ഇന്ത്യ നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി അതിനോട് പ്രതികരിച്ചിട്ടില്ല എന്നതാണ് പറയുന്നത്. പക്ഷേ അദ്ദേഹം സഭയിൽ ഉൾപ്പെടെ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രംപിന്റെ പേരെടുത്ത് പറഞ്ഞ് അത്തരമൊരു പ്രസ്താവന വാസ്തവ വിരുദ്ധമാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിട്ടില്ല എന്നതാണ് കോൺഗ്രസ് ഉൾപ്പെടെ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ ട്രംപ് ആവർത്തിച്ച് നടത്തുന്ന മറ്റൊരു പ്രസ്താവനയാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്ന ഒരു പ്രഖ്യാപനം ട്രംപ് പല വേദികളിലും ആവർത്തിച്ചുന്നയിക്കുന്നുണ്ട്. ഇക്കാര്യം ഇന്ത്യ പരോക്ഷമായി നിഷേധിച്ചിരുന്നു. അത്തരം ഒരു സാഹചര്യമില്ല. ഇവിടുത്തെ ആഭ്യന്തര സാഹചര്യങ്ങൾ നോക്കിയും വിദേശ വിപണിയിലെ സാഹചര്യങ്ങൾ നോക്കിയും ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിച്ചുമാണ് ഇന്ത്യ ഇറക്കുമതിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നതാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി പ്രതികരിച്ചത്. പക്ഷേ ആ കാര്യവുമായി ബന്ധപ്പെട്ടും പ്രധാനമന്ത്രി വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. അത്തരം ഒരാവശ്യം പറഞ്ഞോ ഇല്ലയോ എന്നത് വ്യക്തമാക്കണമെന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമന്ത്രി ഭീരുവാണ് എന്ന് കുറ്റപ്പെടുത്തിയിരുന്നു. 5 ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. പക്ഷേ അവിടെയും പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായിട്ടില്ല, കൃത്യമായ പ്രതികരണം ഉണ്ടായിട്ടില്ല. ഇതാണ് കോൺഗ്രസ് വീണ്ടും ട്രംപിനെ മോദി ഭയക്കുകയാണോ എന്ന് ഈ അവസരത്തിൽ കൂടി ചോദിക്കുന്നത്. ജയറാം രമേശിന്റെ ഒരു സമൂഹ മാധ്യമത്തിലെ പോസ്റ്റാണ്. പോസ്റ്റിലൂടെയാണ് ഈ ആരോപണം ശക്തമായി ഉന്നയിക്കുന്നത്. ഇങ്ങനെ മിസ്റ്റർ മോദി എന്തുകൊണ്ടാണ് ക്വാലാലംപൂരിലേക്ക് പോകാത്തത്? പോകുന്നോ ഇല്ലയോ അത് വ്യക്തമാക്കൂ. ഇപ്പോൾ ഉറപ്പാകുന്നു പോകുന്നില്ല എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് പോകാത്തത്? വിശ്വഗുരു ചമയാനുള്ള യാതൊരു സാഹചര്യങ്ങളും കളയാത്ത വ്യക്തിയാണല്ലോ. ഇപ്പോൾ എന്തുകൊണ്ടാണ് പോകാത്തത്? അത് ട്രംപിനെ ഭയപ്പെടുന്നത് കൊണ്ടാണോ എന്നതാണ് ജയറാം രമേശ് ചോദിക്കുന്നത്. പ്രസിഡന്റ് ട്രംപിന്റെ നിയന്ത്രണത്തിലാകാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹവും അവിടെ ഉണ്ടാകും. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഈജിപ്തിൽ നടന്ന ഗാസ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കാനുള്ള ക്ഷണം നിരസിച്ചതും ഇതേ കാരണത്താലാണ്. ട്രംപിനെ ഭയമാണ് മോദിക്ക് എന്നതാണ് ഈ ജയറാം രമേശ് ഉൾപ്പെടെയുള്ളവർ കുറ്റപ്പെടുത്തുന്നത്. കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് ഇതിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം. പക്ഷേ അതിനപ്പുറം ഇത് രാഷ്ട്രീയമാണ്. അതിനപ്പുറം ചില പ്രതീക്ഷകൾ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് താരിഫുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കുമോ എന്നതായിരുന്നു. അതിലൊരു പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നതായിരുന്നു. മറ്റൊന്ന് വാണിജ്യ കരാറാണ്. വാണിജ്യ കരാർ ഏതാണ്ട് അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. വലിയ പ്രതീക്ഷ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. ചോളവും മറ്റും ഇറക്കുമതി ചെയ്യാനുള്ള ഒരു വിട്ടുവീഴ്ച ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. മാത്രവുമല്ല, കൂടുതൽ എണ്ണ അമേരിക്കയിൽ നിന്ന് വാങ്ങാനുള്ള തീരുമാനവും ഇന്ത്യ എടുക്കുന്നു. അതിലൂടെ ട്രംപിനെ അനുനയിപ്പിക്കാനും താരിഫ് 15-ൽ നിന്നും 15-16% കുറയ്ക്കാനും ഒപ്പം തന്നെ ഈ വ്യാപാര കരാർ യാഥാർത്ഥ്യമാക്കാനുമുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്ന ഘട്ടത്തിൽ ട്രംപിനെ കാണേണ്ട എന്നൊരു തീരുമാനം എന്തുകൊണ്ട് വരുന്നു എന്നതാണ് ഇപ്പോൾ ആശങ്കയുളവാക്കുന്ന കാര്യം. ഒരുപക്ഷെ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടൽ വേണ്ട, പരസ്പര വിരുദ്ധമായ പ്രസ്താവനകൾ പറയുന്ന ട്രംപിന് അത്തരം ഒരു വേദിയിൽ ഒരു മറുപടി നൽകി ഒരു പ്രശ്നം സൃഷ്ടിക്കേണ്ട എന്ന് കരുതിയാകാം ഒരു ഇങ്ങനെയുള്ള പൊതു ഇടങ്ങളിൽ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം ഒരുപക്ഷെ നിഷേധിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുകൾ തന്നെയാകാം. എന്തായാലും 3-4 സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി ഒഴിവാക്കിയെന്നത് വളരെ വ്യക്തമാണ്. എന്താണ് കാരണമെന്ന് പുറത്തു പറഞ്ഞിട്ടില്ല എന്നത് വ്യക്തമാണ്. ട്രംപ് ഉന്നയിക്കുന്ന പല ആരോപണങ്ങൾക്കും അത് നിഷേധിച്ചുകൊണ്ട് ശക്തമായ ഒരു മറുപടി നൽകുന്നില്ല എന്നത് വ്യക്തമാണ്. അമേരിക്കയെ ചൊടിപ്പിക്കേണ്ടതില്ല എന്ന ഒരു നയതന്ത്ര തീരുമാനം ഇന്ത്യക്കുണ്ട്. കാരണം തീരുവ ഉയർന്നു നിന്നാൽ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ അത് ബാധിക്കും. വാണിജ്യ കരാർ യാഥാർത്ഥ്യമാക്കണം എന്നതും ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ട്രംപിനെ ചൊടിപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണോ ഇതിന് പിന്നിലെന്ന് അറിയില്ല. എന്തായാലും ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങില്ല എന്ന കാര്യം ട്രംപ് ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് ഇന്ത്യ ഏതാണ്ട് ആ രീതിയിൽ സമ്മതിക്കുന്നുമുണ്ട്. കാരണം റഷ്യൻ എണ്ണയിൽ നിന്ന്
കഴിഞ്ഞ വർഷങ്ങളിൽ കിട്ടിക്കൊണ്ടിരുന്ന അത്രയും സബ്സിഡി 2025 ആവുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വലിയ താരിഫ് എന്നതിൻ്റെ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും സുരക്ഷിതമായ അല്ലെങ്കിൽ കൂടുതൽ സാധ്യതകളുള്ള മറ്റ് വിപണികൾ ഇന്ത്യ തേടുന്നുണ്ട്. അതിൽ US വിപണിയും സൗദി വിപണിയും ഉണ്ട്. അവിടെ നിന്ന് എണ്ണ കൂടുതൽ വാങ്ങുമെന്നൊരു തീരുമാനമുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നയതന്ത്ര തീരുമാനങ്ങളുടെ ഭാഗമായിട്ടാണോ ഈ കൂടിക്കാഴ്ച ഒഴിവാക്കുന്നത്, അതോ അതിനപ്പുറം മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നത് നമുക്ക് അറിയില്ല. ഔദ്യോഗിക പ്രതികരണങ്ങൾക്കായി കാത്തിരിക്കാം. പക്ഷേ ദീപാവലിക്ക് ട്രംപ് പ്രധാനമന്ത്രിയെ വിളിക്കുകയും ഫോണിലൂടെ സംസാരിക്കുകയും ചെയ്തിരുന്നു. അതിൽ ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. വ്യാപാര കരാർ ഉൾപ്പെടെ യാഥാർത്ഥ്യമാകുമെന്നതിൻ്റെ പ്രതീക്ഷകൾ അതിൽ ഉടലെടുത്തതാണ്. പക്ഷേ ആ ഫോൺ കോളിന് ശേഷവും ട്രംപ് എണ്ണ വാങ്ങില്ല എന്ന് പ്രധാനമന്ത്രി വാക്ക് നൽകി എന്ന കാര്യം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ സസ്പെൻസ് അങ്ങനെ തന്നെ തുടരുന്നു. പ്രധാനമന്ത്രി മൗനം വെടിയും വരെ ഇതിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് പുറത്ത് അറിയാൻ കഴിയാത്ത സാഹചര്യമാണ്. എന്തായാലും നയതന്ത്ര തീരുമാനങ്ങൾക്കപ്പുറം എന്തെങ്കിലും ഭയപ്പാടുണ്ടോ എന്ന് പറയേണ്ടത് പ്രധാനമന്ത്രിയാണ്. ഇനി എവിടെയെങ്കിലും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് മറുപടികൾ ഇനി ബീഹാർ റാലികളിൽ ഉൾപ്പെടെ പറയുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. ട്രംപിനെ ചൊടിപ്പിക്കേണ്ടതില്ല എന്ന് ഇന്ത്യ തീരുമാനിക്കുമ്പോൾ അത് ട്രംപിൻ്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് ട്രംപ് ഓരോ ദിവസവും നടത്തുന്ന ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് അത് വളരെ വ്യക്തമായി വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് ട്രംപ് പുടിനുമായി കൂടിക്കാഴ്ച നടക്കും എന്ന് കരുതിയിരുന്നത്. ബുഡാപെസ്റ്റിൽ അത്തരമൊരു കൂടിക്കാഴ്ച നടക്കുമെന്ന് ഒരാഴ്ച മുമ്പ് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇന്നലെ അതിൽ നിന്ന് താൻ പിന്മാറുകയാണ്, എനിക്കിനി സമയം കളയാനില്ല എന്നതാണ് ട്രംപ് പറഞ്ഞത്. പക്ഷേ പുടിൻ തന്നെയാണ് ആ കൂടിക്കാഴ്ച വേണ്ട എന്ന് വെച്ചത് എന്ന വാർത്തകളും ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നലെ അത് വലിയ ക്ഷീണം ട്രംപിനെ സംബന്ധിച്ചുണ്ടാക്കി. കാരണം റഷ്യയുമായി യുദ്ധം നിർത്തുന്ന കാര്യത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറെടുത്തിരിക്കുകയായിരുന്നു ട്രംപ്. അപ്പോൾ ആ കൂടിക്കാഴ്ച നടന്നില്ല. ഉടൻ പ്രകോപിതനായ ട്രംപ് പ്രഖ്യാപിക്കുന്നു റഷ്യയ്ക്ക് മേൽ ഇനി ഉപരോധം കടുപ്പിക്കാനാണ് തീരുമാനം. അമേരിക്ക തീരുമാനമെടുത്തിരിക്കുന്നു, അത് നടപ്പാക്കുകയും ചെയ്തിരിക്കുന്നു. ആ നടപ്പാക്കിയത് ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ കമ്പനികൾക്കെതിരായ 2 എണ്ണ കമ്പനികൾക്കെതിരായ ഉപരോധം വരുത്തിക്കൊണ്ടാണ് അത്തരമൊരു പ്രഖ്യാപനം അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ചർച്ചകൾക്ക് ഇനി സമയമില്ല, സമയം കളയാനില്ല. അതിലൂടെ ചർച്ചകളിലൂടെ റഷ്യയെ പിൻവലിക്കാം, യുദ്ധമുഖത്ത് നിന്ന് പിൻവലിക്കാം എന്നുള്ള ഒരു സാധ്യത പൂർണ്ണമായും മങ്ങുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ട്രംപ് കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത്. 2 വലിയ എണ്ണ കമ്പനികൾക്കെതിരെയാണ് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റോസ്നെഫ്റ്റ്, ലുക്കോയിൽ എന്നീ കമ്പനികൾക്കെതിരെയാണ് ഉപരോധം. യുക്രൈൻ ചർച്ചകളിൽ വ്ളാഡിമിർ പുടിൻ നേതൃത്വം നെറി കാണിച്ചില്ല എന്ന് വിലയിരുത്തിയാണ്, ഈ നെറികേട് കാണിച്ചു എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് വലിയ ഈ കടുത്ത നടപടികളിലേക്ക് പോകുന്നതെന്ന് US ട്രഷറി സെക്രട്ടറി തന്നെ വ്യക്തമാക്കി. റഷ്യയുടെ യുദ്ധത്തിന് ധനസഹായം നൽകുന്നത് തടയുകയാണ് ഈ ഉപരോധത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് US ട്രഷറി സെക്രട്ടറി പറയുന്നു. അർത്ഥമില്ലാത്ത യുദ്ധം അവസാനിപ്പിക്കാൻ പ്രസിഡന്റ് പുടിൻ വിസമ്മതിച്ച സാഹചര്യത്തിൽ റഷ്യയുടെ യുദ്ധത്തിന് ധനസഹായം നൽകുന്ന റഷ്യയിലെ ഏറ്റവും വലിയ 2 എണ്ണ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തുന്നു എന്നതാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിലൂടെ വലിയ ഒരു ശക്തമായ മറുപടി നൽകാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് അമേരിക്കയ്ക്കുള്ളത്. ഇത് മാത്രമല്ല, ആവശ്യമെങ്കിൽ കൂടുതൽ ഉപരോധം കൊണ്ടുവരും എന്ന ഒരു ഭീഷണി കൂടി ഈ US ട്രഷറി സെക്രട്ടറി പറയുന്നുണ്ട്. മാത്രവുമല്ല, അമേരിക്ക റഷ്യക്കെതിരെ എടുക്കുന്ന നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും കടുത്ത നടപടിയാണ് ഇപ്പോഴത്തേത് എന്നുകൂടി ഈ US ട്രഷറി സെക്രട്ടറി പറയുകയാണ്. അപ്പോൾ വലിയ രീതിയിൽ പ്രകോപിതനായിരിക്കുന്നു ട്രംപ് എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ പ്രകോപിതനായാൽ ട്രംപ് ഇത്തരം നടപടികളിലേക്ക് കടക്കുമെന്നത് ഇതിനു മുമ്പും പലതവണ തെളിയിച്ചിട്ടുള്ളതാണ്. അത്തരമൊരു ഉപരോധമാണ് ഇപ്പോൾ റഷ്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. നേരത്തെ ഇന്ത്യക്കെതിരെ 50% താരിഫ് ഏർപ്പെടുത്തിയതും ഇതുപോലെയുള്ള ഒരു നടപടിയായിരുന്നു. വ്യാപാര കരാറിൽ അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്ക് വഴങ്ങാതെ വന്നപ്പോഴാണ് ഇന്ത്യക്കെതിരെ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന ഒരു കാരണം ഉണ്ടാക്കിക്കൊണ്ട് 50% തീരുവ പ്രഖ്യാപിച്ചത്. സമാനമായ നിലയിൽ ഇപ്പോൾ ഈ റഷ്യക്കെതിരെയും കടുത്ത നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ആണ് ഇത് ഔദ്യോഗികമായി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. പുടിൻ ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ സത്യസന്ധമായും നേരോടെയും ചർച്ചകൾക്ക് വന്നിട്ടില്ല എന്നതാണ് അമേരിക്ക ചൂണ്ടിക്കാട്ടുന്ന കാര്യം. ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ പുടിനെ സംശയനിഴൽ നിർത്തുകയാണ്. പുടിൻ ഒരു തരത്തിലും ഈ ചർച്ചകളോട് സഹകരിക്കുന്നില്ല എന്ന് പറയുകയാണ്.
ഈ അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഉപരോധം കടുപ്പിച്ച് യൂറോപ്യൻ യൂണിയൻ കൂടി രംഗത്തെത്തുന്നു. പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നത് യൂറോപ്യൻ യൂണിയൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. ദ്രവീകൃത പ്രകൃതിവാതക എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിക്കും. റഷ്യ ഉപയോഗിക്കുന്ന എണ്ണ ടാങ്കറുകളെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തും. റഷ്യൻ നയതന്ത്രജ്ഞർക്ക് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും എന്നിവയെല്ലാം EU ഉപരോധത്തിലും പറയുന്നുണ്ട്. അപ്പോൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ കൊണ്ടുവന്ന് പുടിനെ പൂട്ടാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ശക്തമായ പ്രതികരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. കാരണം ഞങ്ങൾക്കെതിരെ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഉപരോധങ്ങൾ അത് ബൂമറാങ് ആണ് എന്ന തരത്തിലാണ്. അത് ആത്യന്തികമായി അവർക്ക് തന്നെ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് എന്നതാണ് ഇപ്പോൾ റഷ്യയുടെ പ്രതികരണമായി വന്നിരിക്കുന്നത്. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖോറോവയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് ഈ അവർക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഉപരോധമാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് റഷ്യ പറയുന്നു. ദേശീയ താൽപ്പര്യങ്ങളെ ഇതുപോലെയുള്ള ഭീഷണികൾ കൊണ്ട് ഒരു തരത്തിലും റഷ്യ മറികടക്കില്ല എന്ന് പറയുന്നു. കാരണം ദേശീയ താൽപ്പര്യങ്ങൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കും. അതിന് ഇത്തരമുള്ള ഉപരോധങ്ങൾ കൊണ്ട്, ഇത്തരം രാഷ്ട്രങ്ങളുടെ ഉപരോധങ്ങൾ കൊണ്ട് അതിൽ നിന്ന് റഷ്യയെ പിന്തിരിപ്പിക്കാനാകില്ല എന്നതാണ് റഷ്യ വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല, ഇത് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ ആകെ പിന്നോട്ടടിക്കുന്നതാണ് എന്ന ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടുന്നു. വാഷിംഗ്ടണിന്റെ ശിക്ഷാ നടപടികൾ റഷ്യ അതിന്റെ ദേശീയ താൽപ്പര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കില്ല എന്നത് ആവർത്തിച്ചു പറയുന്നു. സമാധാന ചർച്ചകൾ തുടരുന്നതിന് തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അതിനുള്ള വഴി അടച്ചിട്ടില്ല എന്നതുകൂടി റഷ്യ പറയുകയാണ്. പക്ഷേ ഇത്തരം ഭീഷണിപ്പെടുത്തലുകൾ കൊണ്ട് വരുതിക്ക് നിർത്താം എന്ന് കരുതേണ്ട എന്ന ഒരു വ്യക്തമായ സന്ദേശം കൂടിയാണ് റഷ്യ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നത്. നമ്മുടെ രാജ്യം പാശ്ചാത്യ നിയന്ത്രണങ്ങൾക്ക് ശക്തമായ പ്രതിരോധ ശേഷി നേടിയിട്ടുള്ള രാഷ്ട്രമാണ് എന്നുകൂടി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറയുകയാണ്. അപ്പോൾ അമേരിക്ക പേടിപ്പിക്കാൻ നോക്കണ്ട എന്ന് തന്നെയാണ് പുടിൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ കൂടിക്കാഴ്ച ട്രംപുമായി നടത്താനിരുന്ന ഹംഗറിയിലെ ബുഡാപെസ്റ്റിൽ നടക്കേണ്ടിരുന്ന കൂടിക്കാഴ്ച വേണ്ടെന്ന് വെച്ചത് ട്രംപ് ആണ് എന്ന വിവരമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പുടിനാണ് യഥാർത്ഥത്തിൽ അതിൽ നിന്ന് പിന്മാറിയതെന്നും അതിൽ അസ്വസ്ഥനായി താൻ തന്നെ ഉപേക്ഷിച്ചതാണ് എന്ന് ട്രംപ് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുമായിരുന്നു വാർത്തകൾ ഉണ്ടായിരുന്നത്. അതൊന്നുകൂടി ശരിവെക്കുകയാണ് ഇന്ന് ഈ പ്രതികാര നടപടികൾ പ്രഖ്യാപിച്ചതിലൂടെ ട്രംപ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ വീഴാൻ പോകുന്നില്ല എന്നത് തന്നെയാണ് റഷ്യ നൽകുന്ന മുന്നറിയിപ്പ്. നേരത്തെ സമാധാന ചർച്ചകളുമായി ബന്ധപ്പെട്ട് പുടിൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എന്നതാണ് ട്രംപ് ചൂണ്ടിക്കാട്ടിയ ഏറ്റവും വലിയ വിമർശനം. അതായത് ട്രംപ് ഈ മാക്സിമലിസ്റ്റ് നയത്തിൽ നിന്ന് പോലും പിന്നോട്ട് പോകുന്നില്ല. യുക്രൈൻ്റെ പിടിച്ചെടുത്ത എല്ലാ ഭാഗങ്ങളും അത് തങ്ങൾ തന്നെ കൈവശം വെക്കും. അതിലൂടെ മാത്രം, അങ്ങനെ ഒരു ഡീലിലൂടെ മാത്രമേ ഈ പ്രശ്നപരിഹാരങ്ങൾ നടക്കൂ എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് പുടിനുള്ളത്. അതിൽ നിന്ന് ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് പറയുന്നു. ഇന്ന് മറ്റൊരു കാര്യം കൂടി വ്യക്തമാകുന്നു. അലാസ്കയിൽ ട്രംപും പുടിനുമായുള്ള ചർച്ച നടന്നിരുന്നു. അത് വലിയ ഊഷ്മളമായ സൗഹൃദത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുവെങ്കിലും കാര്യമായ പ്രഖ്യാപനങ്ങളോ തീരുമാനങ്ങളോ ഉണ്ടാകാതെയാണ് അത് അവസാനിച്ചത്. പക്ഷേ അന്നത്തെ ചർച്ചയിൽ കോപാകുലനായി ട്രംപ് ഇറങ്ങിപ്പോവുകയായിരുന്നു എന്ന് ഇന്ന് അമേരിക്കൻ പ്രതിനിധി, വാഷിംഗ്ടൺ പ്രതിനിധി, വൈറ്റ് ഹൗസ് പ്രതിനിധി പ്രതികരിക്കുന്നതും കൂടി ലോകം കാണുകയാണ്. അന്നത്തെ ചർച്ച അപ്പോൾ അലസിപ്പിരിയുകയായിരുന്നു. ട്രംപ് കോപം കൊണ്ട് ആ ചർച്ചയിൽ നിന്ന്, പുടിൻ്റെ നിലപാടുകളിൽ കോപാകുലനായി ട്രംപ് ഇറങ്ങിപ്പോവുകയായിരുന്നു എന്നൊരു വെളിപ്പെടുത്തൽ കൂടി വരുന്നു. അപ്പോൾ അലാസ്കയിലെ ചർച്ച പരാജയമായിരുന്നു. അതിനുശേഷം പിന്നീട് ചർച്ചകൾ നടത്താനുള്ള സാഹചര്യങ്ങൾ പുടിൻ ഒഴിവാക്കുന്നു എന്നതാണ് ഇപ്പോൾ അമേരിക്കയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ടെലഫോണിൽ ട്രംപും പുടിനുമായി സംസാരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് കൂടിക്കാഴ്ച ഉണ്ടാകും എന്ന വിവരങ്ങൾ നൽകിയത്. പക്ഷേ അത് സാധ്യമാകാത്തതിൽ ട്രംപ് അരിശം പൂണ്ടിരിക്കുന്നു. അതിനുള്ള പ്രതികാര നടപടി എന്ന നിലയിലാണ് ഇപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ തിരിച്ചടി അത് ഏർപ്പെടുത്തിയ രാഷ്ട്രങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ആഗോള സമ്പദ് വ്യവസ്ഥയെ അത് ബാധിക്കും. തങ്ങളെ മാത്രമായിരിക്കില്ല ബാധിക്കുക. തങ്ങളെ ഇതൊന്നും കാണിച്ച് പേടിപ്പിക്കേണ്ട എന്ന് റഷ്യ മറുപടി നൽകുകയും ചെയ്യുന്നതാണ് കാണുന്നത്. എന്തായാലും സമാധാനം ഇനിയും അകലെയാണ്. യുക്രൈനിൽ സമാധാന ചർച്ചകൾ പോലും ഏറെ വൈകും എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. കോഴിക്കോട് പേരാമ്പ്രയിലുണ്ടായ സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ MP-ക്ക്
മൂക്കിന്റെ പാലം തകർന്നതും പിന്നീട് ശസ്ത്രക്രിയ നടത്തിയതും വലിയ വിവാദമായ ആ വിഷയങ്ങൾ മാറിയതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് ആശുപത്രിവാസത്തിന് ശേഷം പിന്നീട് ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഷാഫി പറമ്പിലെത്തി വാർത്താസമ്മേളനം നടത്തി. ആഭ്യന്തര വകുപ്പിനും പോലീസിനുമെതിരെ അതിശക്തമായ വിമർശനങ്ങളാണ് ഷാഫി പറമ്പിൽ ഉയർത്തിയത്. ബോധപൂർവം ഗൂഢാലോചന നടന്നു, ഈ വിഷയത്തിൽ തനിക്കെതിരെ നടന്ന ആക്രമണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നൊരു ആരോപണം ഉന്നയിക്കുന്നു. മാത്രവുമല്ല, തന്നെ മർദ്ദിച്ചത് വടകര കൺട്രോൾ റൂം CI അഭിലാഷ് ഡേവിഡ് ആണ് എന്ന് ഷാഫി പറമ്പിൽ പറയുകയാണ്. തലയിലും മൂക്കിലും അടിച്ച ശേഷം തനിക്ക് നേരെ വീണ്ടും ലാത്തിയൊങ്ങി ഇയാൾ എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. ദൃശ്യങ്ങൾ സഹിതം, സ്ക്രീൻഷോട്ടുകൾ സഹിതം, അതിന്റെ ഇമേജ് ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. അതിനുമപ്പുറമുള്ള ഗുരുതരമായ ആരോപണം ഈ CI അഭിലാഷ് അത് 2023 ഇയാളെ പിരിച്ചുവിട്ടതാണ് സർക്കാർ. അങ്ങനെ പിരിച്ചുവിട്ടു എന്ന് സർക്കാർ പറയുന്ന പോലീസുകാരനാണ് തന്നെ മർദ്ദിച്ചത് എന്നതാണ് ഷാഫി പറമ്പിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ 2023 ജനുവരി 16 ഈ അഭിലാഷിനെ സസ്പെൻഡ് ചെയ്തത് എന്നതാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. ഇത് സംബന്ധിച്ച വാർത്ത ജനുവരി 19 വിവിധ മാധ്യമങ്ങളിൽ വന്നിരുന്നു എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നു. ഇയാൾ ഉൾപ്പെടെ 3 പേരെ പിരിച്ചുവിട്ട ശേഷം സർവീസിൽ തിരികെ കയറ്റിയതാണ് എന്നതാണ് ഷാഫി പറമ്പിൽ ആരോപിക്കുന്നത്. അങ്ങനെ ഇയാൾക്ക് CPM-മായി ബന്ധമുണ്ട്. ഇയാൾ സസ്പെൻഷൻ കാലയളവിൽ ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറിയിറങ്ങുകയായിരുന്നു. അതിനുശേഷം ഈ പിരിച്ചുവിടലിന് ശേഷം അയാളെ വീണ്ടും അയാളുടെ അഭ്യർത്ഥന മാനിച്ച് ഈ സർവീസിലേക്ക് തിരിച്ചെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇയാൾക്ക് പിന്നീട് ഇവിടെ പോസ്റ്റിംഗ് ലഭിക്കുന്നത്. അയാൾ ഇപ്പോൾ പിരിച്ചുവിട്ടതിന് ശേഷം ഈ തിരിച്ചെടുക്കുന്ന ഇതുപോലെയുള്ള പോലീസുകാർ ഗുണ്ടാപ്പണിയാണ് എടുക്കുന്നത്. അത്തരമൊരു ഗുണ്ടയാണ് ഈ അഭിലാഷ്. അയാളാണ് തന്നെ മർദ്ദിച്ചത് എന്നതാണ് ഷാഫി പറമ്പിൽ വലിയ ഗുരുതര ആരോപണം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഉൾപ്പെടെ ഇത് പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത ഇപ്പൊ കഴിഞ്ഞ ദിവസം വിവരാവകാശ പ്രകാരം ഒരു വാർത്ത പുറത്തു നിങ്ങൾ കണ്ടു. പിരിച്ചുവിട്ട പോലീസുകാരുടെ ഡീറ്റെയിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ല എന്നുള്ള മറുപടിയാണ് വിവരാവകാശ പ്രകാരം കൊടുക്കുന്നത്. വിവരാവകാശത്തിന്റെ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരും. എന്തുകൊണ്ടാണ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇല്ലാത്തതെന്ന് അറിയൂ. പിരിച്ചുവിട്ടു എന്ന് മാധ്യമങ്ങളോട് പറയാം, പിരിച്ചുവിട്ടു എന്ന് നിയമസഭയിൽ പറയാം, വലിയ ശുദ്ധീകരണ കലശം നടത്തിയെന്ന് അവകാശവാദം ഉന്നയിക്കുക, എന്നിട്ട് രഹസ്യമായി അവരെ സർവീസിൽ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് CPM പറയുന്ന ഗുണ്ടാപ്പണിക്ക് അവരെ നിയോഗിക്കുക. CI അഭിലാഷ് ഡേവിഡ് എന്ന CPM-ന്റെ പോലീസ് ഗുണ്ടയാണ് ഈ പേരാമ്പ്രയിലെ അക്രമത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതം കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സർക്കാരിന്റെ പോലീസ് ഗുണ്ടകളിൽ ഒരാളാണ് അഭിലാഷ് ഡേവിഡ് എന്നതാണ് ഷാഫി പറമ്പിലിന്റെ വലിയ ഗുരുതരമായ ആരോപണം. ഇയാളെ പിരിച്ചുവിട്ടതായി മാധ്യമങ്ങൾ നൽകിയ വാർത്തകൾ ചൂണ്ടിക്കാട്ടുന്നു. ഇത് മറച്ചുവെക്കാൻ ഇതിന്റെ രേഖകൾ തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നു. വിവരാവകാശ പ്രകാരം കിട്ടിയ രേഖകൾ കൂടി കാണിക്കുന്നു. മാത്രവുമല്ല, തന്നെ മർദ്ദിച്ചത് വളരെ ആസൂത്രിതമായിട്ടാണ് എന്ന് ഷാഫി പറമ്പിൽ പറയുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരു ആസൂത്രിതമായ നീക്കമാണ് അന്ന് അവിടെ സംഭവിച്ചത് എന്നതാണ് പറയുന്നത്. കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ആക്രമണം നടത്തിയത് ആസൂത്രിതമായാണ് എന്ന് പറയുന്നു. പോലീസ് അതിക്രമം ആസൂത്രിതമായി നടത്തിയതാണ്. പോലീസിന്റെ കയ്യിൽ ഇരുന്ന ഗ്രനേഡ് പൊട്ടിയാണ് തനിക്ക് പരിക്കുണ്ടായതെന്ന് കൂടി ഷാഫി പറമ്പിൽ പറയുന്നു. ഈ മർദ്ദന സമയത്തെ കൂടുതൽ ദൃശ്യങ്ങളും ഷാഫി പറമ്പിൽ ഇന്ന് പുറത്തുവിട്ടു. ഒരേ പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആദ്യം തലക്കടിക്കുന്നു. അത് SP പറഞ്ഞ പോലെ പുറകിൽ നിന്നല്ല, ഫ്രണ്ടിൽ നിന്ന് തന്നെ എന്റെ തലക്കടിക്കുന്നു. തൊട്ടടുത്ത മിനിറ്റില്, തൊട്ടടുത്ത സെക്കൻഡില് എന്റെ മുഖത്തേക്ക് അടിക്കുന്നു, അതെന്റെ മൂക്കിൽ കൊള്ളുന്നു. അവിടുന്ന് തിരക്ക് ഞാൻ ഇങ്ങോട്ട് മാറുമ്പോ അയാളുടെ ഡയറക്ഷൻ മാറി അയാൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് റൈറ്റിലേക്ക് ആഞ്ഞു വീശിയിരുന്ന് എന്റെ തലയിലും മുഖത്തും അടിച്ച ആള്. പിന്നെ അവിടുന്ന് ആ ഡയറക്ഷൻ പ്രകാരം, തിരക്ക് പ്രകാരം ഞാൻ ഇങ്ങോട്ടേക്ക് നീക്കുമ്പോൾ അയാളുടെ ഡയറക്ഷനും ലാത്തിയുടെ ഡയറക്ഷനും മാറി നേരെ മൂന്നാമതും എന്നെ ഉന്നം വെച്ച് അടിക്കാൻ നോക്കുക. അത് അവിടെയുള്ള ഒരു പോലീസുകാരൻ തടയുക. മൂന്നാമതും അടിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അറിയാതെ പറ്റിപ്പോയതാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ?
അപ്പോൾ ദൃശ്യങ്ങൾ കാണിക്കുന്നു, പല തെളിവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനമാണ് ഇന്ന് ഷാഫി പറമ്പിൽ നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, പ്രിവിലേജ് കമ്മിറ്റിക്ക് തെളിവുകൾ, പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് തെളിവുകൾ കൈമാറും എന്ന് പറയുന്നു, നിയമ നടപടികൾ തുടരുമെന്ന് പറയുന്നു. SP തന്നെ പോലീസിലെ ചിലരാണ് ഇതിന് പിന്നിൽ, ഈ അക്രമത്തിന് പിന്നിൽ എന്ന് പറഞ്ഞിട്ട് പോലും നടപടി ഉണ്ടായിട്ടില്ല എന്നൊരു കാര്യം കൂടി ഷാഫി പറമ്പിൽ ചൂണ്ടിക്കാട്ടുകയാണ്. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല, ഇവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പേരാമ്പ്രയിൽ സംഘർഷം ഒഴിവാക്കാനാണ് UDF ശ്രമിച്ചത്. എന്നാൽ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ അക്രമമുണ്ടായതിന്റെ തുടർ ദിനങ്ങളിൽ പേരാമ്പ്രയിൽ യോഗം കൂടി ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് CPM സ്വീകരിച്ചത് എന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തുകയാണ്. ഷാഫി പറമ്പിൽ ഈ തെളിവുകൾ സഹിതം ഇത് കാണിക്കുന്നു, ഇതിലുള്ള നിയമ പോരാട്ടം തുടരുമെന്ന് പറയുന്നു. ഇതിൽ ദൃശ്യങ്ങൾ, കൂടുതൽ തെളിവുകളായി ദൃശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ഏറ്റവും ഗുരുതരമായ ആരോപണം, പിരിച്ചുവിട്ടു എന്ന് സർക്കാർ പറഞ്ഞ ഉദ്യോഗസ്ഥൻ സർവീസിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അയാൾ പോലീസിന്റെ ഗുണ്ടയായി, പോലീസിലെ സർക്കാർ ഗുണ്ടയായി പ്രവർത്തിക്കുന്നു എന്ന ആരോപണമാണ്. ഇതിൽ നേരത്തെ തന്നെ സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് സംബന്ധിച്ച് വലിയ വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു. കളങ്കിതരായ 144 പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നതാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഈ അവകാശവാദം അന്ന് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടതാണ്. നടപടി നേരിട്ടവർ ഇപ്പോൾ തിരിച്ചെത്തി എന്നതിൻ്റെ തെളിവുൾപ്പെടെയാണ് ഷാഫി പറമ്പിൽ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് എന്നതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് വ്യക്തത വരുത്തേണ്ടത് മുഖ്യമന്ത്രിയാണ്. എന്തായാലും മുഖ്യമന്ത്രി അന്ന് സഭയിൽ പറഞ്ഞതുകൂടി നമുക്ക് കേൾക്കാം. 144 പേരെ പിരിച്ചുവിട്ടിട്ടുണ്ട് എന്നതാണ് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത്. ആകെ 144 പോലീസുകാരെയാണ് വിവിധ നടപടികളുടെ ഭാഗമായി സേനയിൽ നിന്ന് പിരിച്ചുവിട്ടു. സർ, നിങ്ങളെ കാര്യം വിട്ടുകളാ, രാജ്യത്ത് മറ്റെവിടെയെങ്കിലും ഇത്രയും കർക്കശമായ നടപടികൾ സ്വീകരിച്ച ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കാണാൻ കഴിയോ? സർ, 2016 മുതൽ സമഗ്രമായ ഇടപെടലാണ് പോലീസ് സേനയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി അന്ന് സഭയിൽ ഈ പ്രസ്താവന നടത്തുമ്പോൾ, ഈ മാസം തന്നെയാണ് സഭയിൽ ഈ പ്രസ്താവന നടത്തുമ്പോൾ തന്നെ വലിയ രീതിയിൽ, സെപ്റ്റംബറിലാണ് മുഖ്യമന്ത്രി സഭയിൽ ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടാകുന്നുണ്ട്. എവിടെ തെളിവ് എന്ന ചോദ്യം ഉണ്ടാകുന്നുണ്ട്. 2016 മുതൽ 2023 വരെയുള്ള കാലയളവിൽ ഏതാണ്ട് 13 പോലീസുകാരെ പിരിച്ചുവിട്ടു എന്നതാണ് മുഖ്യമന്ത്രി 2023 സഭയിൽ പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് പിന്നീട് 2025 വരെയുള്ള ഈ കാലയളവിൽ 144 പേരെ പിരിച്ചുവിട്ടു എന്ന കണക്ക്, അത് ഒരു വലിയ കണക്കാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തെളിവ് എന്താണ് എന്നതാണ് മുഖ്യമന്ത്രിയോട് അന്ന് ചോദ്യമായി കോൺഗ്രസിലെ പലരും ഉന്നയിച്ചത്. 6 വർഷത്തിനിടെ ക്രിമിനൽ കേസുകളിൽപ്പെട്ടത് 828 പോലീസുകാരെന്ന് മുഖ്യമന്ത്രി 2023 പറഞ്ഞിരുന്നു. കോടതി ശിക്ഷിച്ചത് 14 പേരെ, പോക്സോ കേസുകളിൽപ്പെട്ട 23 പേർ, കൊലപാതക കേസിൽ ഉൾപ്പെട്ട ഒരാൾ, കോടതി റദ്ദാക്കിയ FIR 30, അന്വേഷണ ഘട്ടത്തിലുള്ള കേസുകൾ 89 എന്നിങ്ങനെ ഒരു കണക്കാണ് അന്ന് മുഖ്യമന്ത്രി സഭയിൽ വെച്ചത്. അപ്പോൾ 144 പേരിലെ പിന്നെ പിരിച്ചുവിട്ടു എന്ന ഒരു കണക്ക് 2025 ആകുമ്പോൾ എങ്ങനെ ഉണ്ടാകുന്നു, അത്രയും നടപടി എങ്ങനെ ഉണ്ടാകുന്നു എന്ന ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകുന്നു. പക്ഷേ അതിന് കൃത്യമായ മറുപടികൾ ഉണ്ടായിട്ടില്ല എന്നതാണ് വസ്തുത. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന 2011-2016 കാലഘട്ടത്തിൽ സേനയ്ക്ക് മാനക്കേടുണ്ടാക്കിയ 61 പോലീസ് ഉദ്യോഗസ്ഥരെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി പിരിച്ചുവിട്ടിരുന്നു എന്നതാണ് കോൺഗ്രസിന്റെ UDFന്റെ അവകാശവാദം. അപ്പോൾ അതിൽ കുറവാണ് പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള നടപടി എന്നതാണ് അവർ പറയുന്നത്. പിണറായി സർക്കാരിന്റെ 9.5 വർഷ കാലയളവിൽ കടുത്ത ക്രിമിനൽ പശ്ചാത്തലമുള്ളവരടക്കം 144 പേരെ പിരിച്ചുവിടണമെന്ന് ശുപാർശയുണ്ടായിട്ടും നടപടിയെടുക്കപ്പെട്ട മിക്കവരും സർവീസിൽ നിന്ന് ദീർഘകാലം വിട്ടുനിന്നവർ മാത്രമാണ്. ക്രിമിനൽ കേസിൽപ്പെട്ട ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാതെ സർക്കാർ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത് തുടങ്ങിയ ആരോപണങ്ങളാണ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരുന്നത്. അന്ന് വാർത്താസമ്മേളനം നടത്തി ഈ ആരോപണം ഉന്നയിച്ചത് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല കണക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. 144 പേരെ പിരിച്ചുവിട്ടുവെങ്കിൽ അതിൻ്റെ തെളിവെന്താണ് എന്ന് ചോദിച്ചു. ഇന്ന് ഷാഫി പറമ്പിൽ പറയുന്നു, ഈ വിവരാവകാശ രേഖ പ്രകാരം ചോദിക്കുമ്പോൾ ആ പിരിച്ചുവിട്ടവരുടെ വിവരങ്ങൾ ഇല്ല എന്ന മറുപടിയാണ് കിട്ടിയതെന്ന് പറയുമ്പോൾ വീണ്ടും സംശയം ജനിക്കുകയാണ്. അവിടെയാണ് ഈ CI അഭിലാഷ് ഡേവിഡ് എന്ന വ്യക്തി
പിരിച്ചുവിടപ്പെട്ട ആളാണ് എന്നും അയാളിപ്പോൾ സർവീസിലുണ്ട് എന്നൊരു ആരോപണം കൂടി കോൺഗ്രസ് ഉന്നയിക്കുന്നത്. പക്ഷേ ഇതിനോട് അഭിലാഷ് ഡേവിഡ് പ്രതികരിച്ചത് താൻ അന്ന് സസ്പെൻഷനിൽ മാത്രമായിരുന്നു, തന്നെ പിരിച്ചുവിട്ടിരുന്നില്ല. സസ്പെൻഷൻ കാലയളവിന് ശേഷം നടന്ന എൻക്വയറികളിലൂടെ തന്റെ നിരപരാധിത്വം തെളിയിച്ച് താൻ വീണ്ടും സർവീസിൽ എത്തിയതാണ് എന്നതാണ് അഭിലാഷ് ഡേവിഡ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം. പക്ഷേ അതിനും അപ്പുറം നേരത്തെ പോലീസിലെ ചിലരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ SP-യോ മറ്റ് ആരെങ്കിലുമോ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണങ്ങളും നടത്തിയിട്ടില്ല. അഭിലാഷ് ഡേവിഡിനെ പിരിച്ചുവിട്ടിരുന്നോ, പിന്നീട് സർവീസിൽ എത്തിയതാണോ എന്ന ചോദ്യമുയരുമ്പോൾ ഇതിൽ മറുപടി പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കാണ്. മാത്രവുമല്ല 144 പേരെ പിരിച്ചുവിട്ടു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് സഭയ്ക്കുള്ളിലാണ്. സഭാ അംഗങ്ങൾ ഉൾപ്പെടെ അതിലെ തെളിവുകൾ തേടുമ്പോൾ കൊടുക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ പോലീസിനും ആഭ്യന്തര വകുപ്പിനുമെതിരെ അതിഗുരുതരമായ ആരോപണമാണ് ഷാഫി പറമ്പിൽ MP ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ വസ്തുതകൾ എന്താണ് എന്നത് വാചകങ്ങൾക്കപ്പുറം തെളിവുകളായി ജനങ്ങൾക്ക് മുന്നിലേക്ക് നൽകേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് വിവരാവകാശ പ്രകാരം അത്തരം വിവരങ്ങൾ പുറത്തുവിടാത്തത് എന്നത് വിശദീകരിക്കേണ്ടതുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലെങ്കിലും സഭയിൽ പറഞ്ഞ കാര്യമായതുകൊണ്ട് സഭയിൽ കൃത്യമായും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ചോദ്യങ്ങളുണ്ടാകും. ഒരു പക്ഷേ അപ്പോഴോ അതിനു മുൻപോ ഇതിൽ വ്യക്തത വരുത്തേണ്ടുന്ന ബാധ്യത മുഖ്യമന്ത്രിക്കും ഈ സർക്കാരിനുമുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഉയരുന്നത് വളരെ ഗൗരവമായ ആരോപണങ്ങളാണ്. ഈ കലാസൃഷ്ടികൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുന്നതും പ്രതിഷേധമുണ്ടാകുന്നതും ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത്തരം പ്രതിഷേധങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമായും ഭീഷണിയായുമൊക്കെ നമ്മൾ വിലയിരുത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ കൊച്ചി ലളിതകലാ അക്കാദമിയുടെ ഒരു പ്രദർശനത്തിൽ ഉണ്ടായിരിക്കുന്ന സംഭവം അതിനും ഏറെ ഗൗരവമുള്ളതാണ്. കാരണം ഒരു കലാകാരിയുടെ സൃഷ്ടിയെ അപമാനിച്ചിരിക്കുന്നത് ഒരു കലാകാരൻ തന്നെയാണ്. ആ പ്രദർശനത്തിൽ ആ സൃഷ്ടിയെ വലിച്ചു കീറി കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കൊച്ചി ലളിതകലാ അക്കാദമിയിലെ പ്രദർശനത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ദർബാർ ഹാൾ കലാകേന്ദ്രത്തിൽ നടക്കുന്ന പ്രദർശനത്തിൽ ഈ അന്യവൽകൃത ഭൂമിശാസ്ത്രങ്ങൾ എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രദർശനമാണ്. 3 മലയാളികൾ ഉൾപ്പെടെ 7 പേരുടെ സൃഷ്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ ഹനാൻ ബെനമ്മർ എന്ന നോർവീജിയൻ കലാകാരിയുടെ കലാസൃഷ്ടിയാണ് ഈ രീതിയിൽ കീറിയെറിയപ്പെട്ടത്. അത് ചെയ്യുന്നത് ഒരു കലാകാരനാണ്. കലാകാരനായ കേരളത്തിലെ തന്നെ പ്രമുഖ കലാകാരനായ PH ഹോഞ്ചിമിൻ ആണ് ഇങ്ങനെ ഈ കലാസൃഷ്ടികൾ പ്രദർശനത്തിന് വെച്ചിരുന്ന കലാസൃഷ്ടികൾ കീറിക്കളയുന്നത്. സുധാംശു എന്ന ഒരു കലാകാരനും ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. 7 ലിനോക്കട്ട് ഗ്രാഫിക് പ്രിന്റുകളാണ് ഈ പ്രദർശനത്തിലുണ്ടായിരുന്നത്. അതാണ് ഇങ്ങനെ കീറിയെറിഞ്ഞിരിക്കുന്നത്. ബുധനാഴ്ച, അതായത് ഇന്നലെ സന്ധ്യയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഗ്യാലറി അടയ്ക്കാറായ സമയമായിരുന്നു. നേരത്തെ തന്നെ ഈ പ്രദർശനത്തിനെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു. ഇതിൽ അശ്ലീലമാണ് പറയുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ വിമർശനം ഉന്നയിച്ചവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിമർശനം ഉന്നയിച്ചത്. അപ്പോൾ ഇന്നലെ ഒരു ആൾ ഒഴിഞ്ഞ സമയത്ത് ഗ്യാലറി അടയ്ക്കാറായപ്പോഴാണ് 2 ജീവനക്കാർ മാത്രമുള്ള സമയത്ത് ഇത്തരമൊരു നടപടി അവിടെ ഉണ്ടാകുന്നത്. പിന്നീട് അത് വലിയ വിവാദമായി മാറുന്നത്. ഹനാന്റെ, ഈ നോർവീജിയൻ കലാകാരിയായ ഹനാന്റെ ഗോ ഈറ്റ് യുവർ ഡാഡ് എന്ന് പേരിട്ട സൃഷ്ടികളാണ് ഈ രീതിയിൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത് പ്രിന്റ് പ്രദർശിപ്പിക്കുകയായിരുന്നു അവിടെ ചെയ്തിരുന്നത്. നോർവേയിലെ തന്നെ തീവ്ര വലതുപക്ഷ വിഭാഗത്തിൽ നിന്നും തനിക്ക് നേരിട്ട വിദ്വേഷ പ്രസ്താവനകൾ ചേർത്ത് 2021 സിൽക്കിൽ ചെയ്ത ദ നോർവീജിയൻ ആർട്ടിസ്റ്റിക് കാനൻ എന്നതാണ് ഹനാന്റെ പ്രദർശനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ദ നോർവീജിയൻ ആർട്ടിസ്റ്റിക് കാനൻ ആണ് ഹനാന്റെ പ്രദർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതുന്നത്. പ്രിന്റ് മേക്കിംഗ് രീതിയായ ലിനോക്കട്ട് ഉപയോഗിച്ച് റൈസ് പേപ്പറിൽ ഒരുക്കിയ ഗോ ഈറ്റ് യുവർ ഡാഡിൽ അതുപോലെ തന്നെ ഹനാൻ നേരിട്ട വിവിധ അധിക്ഷേപ വാക്കുകൾ അത് ഉൾപ്പെടുത്തി അതിൻ്റെ മലയാളം പതിപ്പായിരുന്നു പ്രദർശിപ്പിച്ചിരുന്നത്. മലയാളത്തിൽ തർജിമ ചെയ്തിട്ടുള്ള ആയിരുന്നു നോട്ടീസ് പതിപ്പായിരുന്നു അവിടെ ഉപയോഗിച്ചിരുന്നത്. ആരാണ് ഈ ഹനാൻ ബെന്നമ്മർ എന്ന് നോക്കിയാൽ ഓസ്ലോയിൽ താമസിക്കുന്ന ഒരു ഫ്രഞ്ച് കലാകാരിയാണ് ഹനാൻ. നോർവേ കേന്ദ്രീകരിച്ചാണ് ഹനാൻ്റെ പ്രവർത്തനങ്ങൾ. ഭൗമ
രാഷ്ട്രീയ പാരിസ്ഥിതിക സാമൂഹിക പ്രശ്നങ്ങൾ അതിനോടുള്ള പ്രതികരണമാണ് ഇവരുടെ കലാസൃഷ്ടി. ശബ്ദം, വീഡിയോ, ഇൻസ്റ്റലേഷനുകൾ, പ്രകടനങ്ങൾ, സംഗീതം, ശില്പം, പൊതുവിടങ്ങളിലെ ഇടപെടലുകൾ എന്നിങ്ങനെ വ്യത്യസ്ത കലാമാധ്യമങ്ങൾ ഇവർ തൻ്റെ ഈ കലാ ആവിഷ്കരണത്തിനായി, അവതരണത്തിനായി ഒക്കെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള കലാസൃഷ്ടികൾ പ്രദർശിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, നോർവീജിയൻ സർക്കാർ 10 വർഷത്തെ ഒരു സാലറി അവാർഡ് നൽകുന്ന കലാകാരി കൂടിയാണ് ഹനൻ. ഈ ഹനാന് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, കലാസൃഷ്ടി നശിപ്പിച്ചത് ഏറെ ദുഃഖകരമായ സംഭവം എന്നതാണ് ഹനാൻ പറഞ്ഞത്. വിയോജിപ്പുണ്ടായിരുന്നുവെങ്കിൽ അത് നേരിട്ടറിയിക്കാമായിരുന്നു. കലാകാരന്മാർ തന്നെ മറ്റൊരു കലാകാരനെ ആക്രമിക്കാൻ തീരുമാനിക്കുമ്പോൾ അത് പലതവണ ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഹനാൻ പറയുന്നു. നമുക്കറിയാം, ഒരു വിദേശിയാണ്, നമ്മുടെ നാട്ടിലെത്തിയതാണ്. അതിഥി ദേവോ ഭവ എന്നതാണ് നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത്. അങ്ങനെ കാണുന്ന നമ്മുടെ നാട്ടിലാണ് അവരുടെ കലാസൃഷ്ടി അപമാനിക്കപ്പെട്ടിരിക്കുന്നത്. ആ സങ്കടം അവർ മാധ്യമങ്ങൾക്ക് മുന്നിലും പങ്കുവച്ചു. I don't know what to say. I hope artists can think twice before attacking other artists like this physically with their work. അപ്പോൾ ഇത് തനിക്കെതിരെയുള്ള ആക്രമണമാണെന്നാണ് ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരോത്ത് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഒരു തരത്തിലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല, ഇതിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും എന്നത് പറയുന്നു. നമ്മുടെ നാട്ടിലെത്തിയ ഒരു കലാകാരിയാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് മുൻ ഭരണസമിതികളുടെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു നീക്കമുണ്ടായിട്ടുള്ളത് എന്നതുകൂടി മുരളി ചിരോത്ത് ആരോപണമായി ഉന്നയിക്കുന്നു. മാത്രവുമല്ല, ഹനാന് എല്ലാ തരത്തിലുള്ള നിയമ പരിരക്ഷയും ഉറപ്പുവരുത്തും എന്നതുകൂടി അദ്ദേഹം പറയുകയാണ്. ലളിതകലാ അക്കാദമിയുടെ നിർവാഹക സമിതിയുടെ തീരുമാനപ്രകാരം നിയമപരമായിട്ട് തന്നെയാണ് നീങ്ങുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു നോർവീജിയൻ ഗവൺമെൻറ്റിൻ്റെ സാലറി വാങ്ങുന്ന, അതായത് 10 ആർട്ടിസ്റ്റുകളെ എല്ലാ വർഷവും അവർ 10 വർഷത്തിനായിട്ട് സാലറി കൊടുത്തുകൊണ്ടൊരു വലിയൊരു അവാർഡ് കൊടുക്കും. ആ വലിയ അവാർഡ് നേടിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് ഞങ്ങൾ കേസ് കൊടുത്തില്ലെങ്കിൽ നോർവീജിയൻ ഗവൺമെൻറ് അത് നിയമപരമായിട്ട് മുന്നോട്ട് നീക്കും. അപ്പോൾ PH ഹോജിമിൻ എന്ന കലാകാരനാണ് ഇതിനെതിരെ പ്രതിഷേധം നടത്തിയിരിക്കുന്നത്. 18-നാണ് ഈ പ്രദർശനം തുടങ്ങിയത്. അന്ന് മുതൽ തന്നെ ഇതിനെതിരെ വിമർശനങ്ങളുണ്ട്. തെറിയാണ്, അസഭ്യമാണ് ഇതിനുള്ളത് എന്നത് പറഞ്ഞുകൊണ്ടാണ് ഈ എതിർക്കുന്നവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. എന്താണ് ഈ കലാസൃഷ്ടി തെരഞ്ഞെടുപ്പ്, അതിൻ്റെ മാനദണ്ഡം എന്താണ്? തെറിയാണോ കലയാകുന്നത്? അങ്ങനെയാണെങ്കിൽ നാളെ എന്ത് സംഭവിക്കും തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഹോജിമിൻ ചോദിക്കുന്നു. കലയാകുന്നത് എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ നാളെ മറ്റൊന്ന് ചെയ്തു കഴിഞ്ഞാൽ അതിനും അക്കാദമി അംഗീകരിക്കുമോ? എത്രയോ വർക്കുകൾ ഷോ നടത്താനായിട്ടെല്ലാം ഇവർ ജൂറി വെച്ച് ഉപേക്ഷിച്ച് കളയുന്നു. എന്നിട്ട് ഈ തെരുവാക്കുകൾക്ക് അവരെങ്ങനെ പ്രചോദനം കൊടുക്കുന്നത്? ഷോ നടത്താൻ വേണ്ടി അവരെങ്ങനെ സെലക്ട് ചെയ്തു? അതിൻ്റെ മാനദണ്ഡം എന്താണ്? അത് വ്യക്തമാക്കാൻ അക്കാദമി തയ്യാറാവണം. അതുകൊണ്ട് ഇവർ എന്തൊക്കെ കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു, കേസ് കൊടുക്കട്ടെ, നിയമ നടപടി പോകട്ടെ. ഞാൻ ചെയ്തപ്പോഴും ശരി തന്നെയാണ്. അതിനകത്ത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ലൈംഗികമോ അശ്ലീലമോ ഒക്കെ എങ്ങനെയാണ് കലയ്ക്ക് പുറത്താകുന്നത് എന്നത് മനസ്സിലാകുന്നില്ല. എല്ലാ കലാരൂപങ്ങളിലും ഇതൊക്കെ നമുക്ക് ഇഴചേർന്നിരിക്കുന്നതായി പലപ്പോഴും കാണാൻ. അതെപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു, അങ്ങനെ തന്നെയാണത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിദേശ കലാകാരിയുടെ സൃഷ്ടിയിൽ മാത്രം എന്തുകൊണ്ട് അങ്ങനെ ഒരു അശ്ലീലം കാണുന്നു എന്ന ചോദ്യമുണ്ട്. അത് തർജ്ജിമയായതിനാൽ തന്നെ, അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉപയോഗിച്ച് തർജ്ജിമയായതിനാൽ തന്നെ മോശം ഭാഷയാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എങ്കിൽ പോലും എങ്ങനെയാണ് ഇതൊന്നും തെറിയൊന്നും കലയല്ല, അശ്ലീലമൊന്നും കലയല്ല, ലൈംഗികതയൊന്നും കലയല്ല എന്ന് പറയാൻ പറ്റുന്നതെന്ന് അറിയില്ല. എന്തായാലും അവരുടെ അനുഭവങ്ങളാണ് അവർ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രവുമല്ല, ഇത് ലൈംഗികമായ ഉള്ളടക്കമുള്ളവ എന്ന മുന്നറിയിപ്പോടു കൂടിയാണ് ആ പ്രദർശനം അവിടെ സംഘടിപ്പിച്ചിരുന്നത് എന്നുകൂടി പറയുന്നു. നമുക്കറിയാം, സിനിമകളിലായാൽ പോലും അത്തരം മുന്നറിയിപ്പുകൾ നൽകുക എന്നതാണ് പ്രധാനം. അപ്പോൾ ആ ഒരു മുൻകരുതൽ അവിടെ സ്വീകരിച്ചിരുന്നു എന്ന കാര്യം കൂടി ലളിതകലാ അക്കാദമിയൊക്കെ ഉറപ്പാക്കുന്നുണ്ട്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു നീക്കം നടന്നത്, അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നോ എന്നതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഏതായാലും ഒരു വിദേശ കലാകാരിക്ക് നമ്മുടെ നാട്ടിൽ ഇത്തരമൊരു ദുരനുഭവം ഉണ്ടാകുന്നു എന്നത് നമ്മളെ ചെറുതാക്കുന്ന, നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാകും എന്നതാണ് മനസ്സിലാകുന്നത്. അന്വേഷണവും നടപടികളും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സമയം, വൈകുന്നേരത്തിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഒരുപാട് വാർത്തകൾ ഇങ്ങനെ കണ്ടുവരികയായിരുന്നു. ഇന്ന് ഞാനിവിടെ വിട പറയുകയാണ്.
ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.